ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന 3 ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന 3 മേജർ ബ്ലെസ്സിങ്സ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് മിറക്കിൾസ് ആണ്. മിറക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിശയങ്ങൾ, അത്ഭുതങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് എന്തൊക്കെയോ അതിശയങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ റെയിൻബോസിന്റെ കളറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ചക്രാസിന്റെ കളേഴ്സ് കണ്ടില്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ തന്നെ ചക്രാസിന്റെ കളേഴ്സ് ആണല്ലോ നമുക്ക് റെയിൻബോ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രമാത്രം അത്തരത്തിലുള്ള കളർ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അല്ലെങ്കിൽ റെയിൻബോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ വിചാരിക്കണം നിങ്ങൾ ഹെൽത്തിയാണ്. നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്നു എന്നുള്ളതിന് തെളിവാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മിറാക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തന്നെയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചക്രാസ് ആക്റ്റീവ് ആകുന്നുണ്ടാവാം. ഏതെങ്കിലും ചക്രയുടെ ബ്ലോക്ക് നിമിത്തമായിരിക്കണം നിങ്ങൾക്ക് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് അതിശയങ്ങൾ, നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തായിട്ടുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്ത് അത്ഭുതമാണ്, എന്ത് അതിശയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ടാരോ കാർഡ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം. 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? സമ്പത്തിൻ്റെതായ ഒരു പരിപൂർണതയാണ്. സമ്പത്തിൻ്റെതായ ഒരു നിറവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. സാമ്പത്തികമായ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമാകാം, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആവാം. എന്തായാലും ശരി, ഇത് വളരെ ഒരു അതിശയകരമായ കാര്യമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുന്നതാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്തിരുന്നത് സാമ്പത്തികം ലഭിക്കാനുണ്ടാവാം. ഇനി അതുമല്ല, പുതിയ നല്ലൊരു ജോലി ലഭിച്ചിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ വരുമാനം അതിൽ നിന്നും കിട്ടുന്ന എനർജിയും ആവാം. ഇനി ചിലപ്പോൾ ചില ലോട്ടറികളൊക്കെ ലഭിക്കാം. അതുമല്ലെങ്കിൽ ആരെങ്കിലും തന്ന് സഹായിക്കുന്നതുമാകാം. എന്തായാലും നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെന്റിന്റെ സാമ്പത്തികം നിങ്ങൾക്ക് കുറച്ച് അധികമായിട്ട് കിട്ടുന്നതും ആകാം. എന്തായാലും നിങ്ങളിലേക്ക് വല്ലാത്ത അതിശയം സംഭവിക്കാൻ പോകുന്നു. അത് ചിലപ്പോൾ അവിചാരിതമാകാം, അപ്രതീക്ഷിതമാകാം. അത് സാമ്പത്തികത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത്. ഏറ്റവും നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തായിട്ട് എന്താണ് നമുക്ക് നോക്കാം. വന്നിരിക്കുന്ന അഡ്വഞ്ചേഴ്സ് ആണ്. ഈ അഡ്വഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അപകടകരമായ കാര്യങ്ങളാണ്. ഇവിടെ എത്ര വലിയ പേമാരി വന്നോട്ടെ, കൊടുങ്കാറ്റ് വന്നോട്ടെ, ഇവിടെ അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഇവിടെ നിങ്ങളെ കൊണ്ടിപ്പോൾ സാധിക്കുന്നു. ഇനി അതുമല്ല, പേമാരിയല്ല, കൊടുങ്കാറ്റല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നോട്ടെ, അതിനെ നിങ്ങൾക്ക് വളരെ അതിശയകരമായ വിധത്തിൽ മറികടന്ന് മുന്നോട്ട് വന്നൊരു ജയം നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്, അല്ലേ? ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ മറികടക്കാൻ സാധിക്കുന്നത് തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇല്ല എങ്കിൽ ഒന്നും സാധിക്കില്ല, അവിടെ പകച്ചു നിന്നു പോവുകയേ ഉള്ളൂ. എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ മറികടക്കാൻ പറ്റിയില്ല, അതിനെ സോൾവ് ആക്കാൻ പറ്റിയില്ല എങ്കിൽ എന്താണ്? നമ്മളവിടെ പകച്ചു നിൽക്കുകയേ ഉള്ളൂ, അല്ലേ? ഇവിടെ അതിന് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒത്തു കിട്ടുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ദൈവികമായ ആ ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് വരാൻ പോകുന്നത്. എന്തോ വലിയ പ്രശ്നത്തെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക്
ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഹൈ പ്രിസ്റ്റസിന്റെ എനർജിയാണ്, ദൈവാനുഗ്രഹമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെയുള്ള അപകടങ്ങളെ മുൻകൂട്ടി കരുതാനും മുൻകൂട്ടി കാണാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. ഉൾവിളികളാണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ തേടച്ചക്രയുടെ ആക്ടിവേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഉൾവിളികൾ നിമിത്തം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. മുന്നോട്ട് പോകാൻ ഒരു പ്രേരണ ഉണ്ടാകുന്ന ആരോ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും അപകടം വരുമ്പോൾ തന്നെ ആരോ നിങ്ങളുടെ ഉള്ളിൽ നിന്നും മന്ത്രിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. എന്താണ് അങ്ങോട്ട് പോകണ്ട ഇപ്പോൾ, അല്ലെങ്കിൽ അതിലൂടെ പോകുന്നത് കുഴപ്പമാണ്, അപകടമാണ്, അതുകൊണ്ട് അത് ഒന്ന് മാറ്റിവെക്കൂ എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഉൾക്കാഴ്ച വർദ്ധിക്കുന്ന, അല്ലെങ്കിൽ ഇൻസൈറ്റ് വർദ്ധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്ങിന്റെ സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നത്. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളെയും മനസ്സിലാക്കാൻ, തിരിച്ചറിയാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെയും അവിടെ വേണോ വേണ്ടയോ എന്നുള്ള ഒറ്റ തീരുമാനം, ഒറ്റ വാക്കുകൊണ്ട് നിങ്ങൾക്കതിന് മറുപടി പറഞ്ഞ് നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്. മനസ്സിലായി? ഇതുവരെ ഇല്ലാതിരുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു മനോബലം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ഇനി നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടോ അനുഭവങ്ങളിലൂടെ ആവണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇവിടെ മുന്നോട്ട് വളരെയധികം ധൈര്യപൂർവ്വം പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ വേണ്ട എന്ന് തോന്നി തന്നെ അത് അവിടെ വേണ്ടാന്ന് വയ്ക്കാനും വേണമെന്ന് വയ്ക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് വളരെ നല്ല ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലെ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ട് ഇൻഡ്യൂട്ടീവ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദൈവാനുഗ്രഹം തന്നെയാണ്. ഇല്ല എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്നു മുൻപേ ഉണ്ടായിരുന്നതിൽ അപ്പുറത്തായിട്ടൊരു കഴിവ് എനിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും. അത് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിറഞ്ഞ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് കുടുംബസഹിതം പോകാൻ സാധിക്കുന്നു. അതുപോലെയും നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ നല്ല സോൾമേറ്റ് കണക്ഷൻ ആയിട്ടിരുന്ന ആൾക്കാർ ആരെങ്കിലും നോ കോണ്ടാക്റ്റിലാണോ ഇപ്പോൾ? അങ്ങനെയുള്ള വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു. വളരെയധികം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാരേജ് പ്രപ്പോസൽസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയാവണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹം നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങളെ കെയർ ചെയ്യുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ വരണമെന്ന് അല്ലേ? അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടോ അവിചാരിതമായിട്ടോ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പ്ലഷറാണ്, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു പല കാര്യങ്ങളിലും. നിങ്ങൾ ഇതുവരെ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെയധികം സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളൊരു പരാജയമാണ്, എനിക്ക് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുകയില്ല, എല്ലാ ദിവസവും ഞാൻ ഈ ദുഃഖത്തിൽ തന്നെയാണ് നിലനിൽക്കേണ്ടത്, എനിക്ക് ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറ്റം വരുന്നില്ല, എന്നൊക്കെ മാറ്റം വരികയുമില്ല എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാവാം. അതുമല്ല എങ്കിൽ എല്ലാ
എല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ടാവാം. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വലിയൊരു സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്ലഷറാണ്, ഒത്തിരി സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, മുന്നോട്ട് പോകും തോറും നിങ്ങൾ നല്ലൊരു വെളിച്ചത്തിലേക്ക് പോകുന്നതായിട്ടും നല്ലൊരു ജീവിതത്തിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അബണ്ടൻസ് ആണ്, കണ്ടില്ലേ, സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു സമൃദ്ധി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ള സമൃദ്ധിയാണെന്ന് നമുക്ക് നോക്കാവേ. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താ, സമ്പത്തിൻ്റെതായ സഫലത ഇവിടെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയാൻ പറ്റിയ ഒരു കാര്യം. അപ്പോൾ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് നിങ്ങളിലേക്ക് സാമ്പത്തികത്തിന്റെ സഫലത അനുഭവിക്കാൻ കഴിയുന്നത്. ജോലിയായിരിക്കാം പുതിയതായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങി വെക്കാനുള്ള സാധ്യതയാവാം. എന്തായാലും ശരി, അതിലൂടെ നിങ്ങൾക്ക് കുറേ നല്ലതുപോലെ സാഫല്യം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ളത് എന്താണ്, ഈ അബണ്ടൻസിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഈ ഒരു എനർജിയിൽ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് വരാൻ പോകുന്ന നല്ലൊരു ബ്ലെസ്സിങ് എന്നാണ് ഇവിടെ കാണുന്നത്. അബണ്ടൻസ് ആണല്ലേ, സമൃദ്ധി. എന്തിൻ്റെ കാര്യത്തിലും സമൃദ്ധി വരാം അല്ലേ, സ്നേഹത്തിന്റെ കാര്യത്തിലായാലും കഴിക്കുന്ന ഫുഡിന്റെ കാര്യത്തിലായാലും സമ്പത്തിന്റെ കാര്യത്തിലായാലും നിങ്ങളിലേക്ക് സമൃദ്ധി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സന്തോഷത്തിന്റെ എനർജിയാണ്. ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജി. ചിലപ്പോൾ വിവാഹം നടക്കാനുള്ളതാവാം, അതുമല്ലെങ്കിൽ സാമ്പത്തികം ലഭിക്കാനോ ജോലി ലഭിക്കാനോ ഉള്ള എനർജി ആവാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള എനർജി ആവാം. എന്തായാലും ഇവിടെ കൂടിച്ചേർന്ന് സന്തോഷിക്കാനുള്ളത് ആണ്, സെലിബ്രേഷനിൽ പങ്കെടുക്കാനുള്ളത്. മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാതിരുന്ന ഫ്രണ്ടിനെ കണ്ടുമുട്ടാം, ഏതെങ്കിലും ബന്ധുക്കളെ കണ്ടുമുട്ടി സന്തോഷിക്കാനുള്ള അവസ്ഥ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഫ്രീഡമാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്രീഡം എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഫ്രീഡം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കുക, ഒരു അടിമയെ പോലെ. ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ കൂട്ടിലടച്ചിട്ട കിളിയെ പോലെ നിങ്ങൾ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൂട് തുറന്ന് വെളിയിലേക്ക് പറക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കുറച്ചുകൂടി സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നു. കുറച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫ്രീഡവും ആകാം. ഏറ്റവും വലുത് മനുഷ്യൻ എന്താണ് അത്യാവശ്യം, ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ് അല്ലെ. ആ ഒരു ഫ്രീഡം ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. ഇനി അതിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷത്തിലേക്ക് മാറാൻ കഴിയുന്നു, മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സാമ്പത്തികം കൈകാര്യം ചെയ്യാനും ഒക്കെയുള്ള ഒരു സാധ്യത വരുന്നുണ്ട്. ഒരു നല്ലൊരു അതോറിറ്റി പവറിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു അല്ലേ. അതുവരെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. എവിടെയെങ്കിലും ഒന്ന് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ മറ്റുള്ളവരുടെ അനുവാദം വേണം. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുകയും പറയുകയും ഒക്കെ വേണ്ടിയിരുന്നു. ഇനിയുള്ള സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഈ ഒരു ഫ്രീഡം അനുഭവിക്കാനുള്ള അവസ്ഥ വരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇനി ഏത് തരത്തിലുള്ള ഫ്രീഡമാണ്, കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ വിചാരിച്ചിരുന്ന ആ സ്നേഹം നിങ്ങളിലേക്ക് വരും. നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ, മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ, അപ്പൊ ആ ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്.
നിങ്ങൾ ആരുടെയെങ്കിലും സ്നേഹത്തിന് വേണ്ടി ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു ചില കാര്യങ്ങളിലേക്ക്, ചില ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയാവാം, മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയും ആവാം. അങ്ങനെ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത് ലഭിക്കുമ്പോഴും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫ്രീഡം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ നല്ല ഒരു സ്നേഹം നിങ്ങളിലേക്ക്, പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് ആരോ തൊടുത്തുവിടുന്നു എന്നുള്ളതാണ്. ആരുടെയോ മനസ്സിലുണ്ട് നിങ്ങളോട് ചിലപ്പോൾ പ്രണയം തുറന്നു പറയണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ആരോടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രണയത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു പ്രണയം തുടങ്ങിയിട്ടുണ്ടാവാം, അത് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനിയും അത് തുറന്നു പറയാനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ്. അത് തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടുന്നു. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഏതെങ്കിലും വ്യക്തി ഇഷ്ടമാണ്, നിങ്ങൾക്കൊരു ജോലിയില്ല, സ്ഥിരമായിട്ടൊരു വരുമാനമില്ല, പിന്നെ എങ്ങനെയാണത് പറയാൻ പറ്റുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടുന്നു. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ജോലി ലഭിക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറയാനും ഒക്കെയുള്ള ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ന്യൂ ബിഗിനിങ്സ് ആണ് വന്നിരിക്കുന്നത്, കണ്ടോ? ന്യൂ ബിഗിനിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ പുതിയ പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ പുതിയ തുടക്കങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വർണ്ണശബളമായ നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാനുള്ള എനർജിയാണ്. ഏത് കാര്യത്തിലും പുതിയ തുടക്കമാകാമല്ലോ. ചിലപ്പോൾ ജീവിതം, ഒരു പുതിയൊരു വീടൊക്കെ വാങ്ങിച്ചിട്ട് പാല് കാച്ചിട്ട് പുതിയ ഒരു ജീവിതത്തിലേക്ക് പോകാം. വളരെയധികം സന്തോഷകരമായ എനർജിയാണത്. അപ്പോൾ ആ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇനി അതുമല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പോകാം. ഇനി അതുമല്ല, നല്ലൊരു ജോലി ലഭിച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. ഇവിടെ ചിലപ്പോൾ ജോലി ലഭിക്കുന്ന എനർജി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയാലും വളരെ വലിയ സന്തോഷമാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി, ന്യൂ ബിഗിനിങ്സ് എന്ന് പറയുമ്പോൾ, പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ഏതൊരു സാഹചര്യത്തിലും പുതിയ തുടക്കമാകാം. നിങ്ങൾക്ക് വിവാഹമാകാം, പുതിയ പ്രണയത്തിന്റെ, ഇവിടെ പുതിയ തുടക്കം വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കാം ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഇനി അടുത്തായിട്ട് വണ്ടേഴ്സ് ആണ്, കണ്ടില്ല? നിങ്ങളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള, ഇവിടെ വണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ അമത്തിസ്റ്റ് ആണ് സ്റ്റോൺ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പുതിയ തുടക്കം വരുന്നുണ്ട്. ഇവിടെ അതിശയങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നതാണ് മിറക്കിൾസ് ആണ്, അല്ലെ? അപ്പോൾ ഇവിടെ അത്ഭുതവും അതിശയവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ ആണ്. അമത്തിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പർപ്പിൾ കളറിലെ സ്റ്റോൺ ആണ്. അപ്പോൾ ഇത് ക്രിസ്റ്റലിന്റെ കളറാണ്. അപ്പോൾ ഈ ഒരു പർപ്പിൾ കളർ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ തേർഡ് ഐ ചക്രയുടെ കളറാണ്. ഈ തേർഡ് ഐ ചക്ര ഇരുപുരികങ്ങളുടെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് തേർഡ് ഐ ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചക്ര ആക്റ്റീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നു, ഇൻസൈറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരു സൈക്കിക് എബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ സൈക്കിക് എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് വളരെയധികം സന്തോഷത്തിലൂടെയും സമൃദ്ധിയിലേക്കും പോകാനുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധി കൊണ്ട് തരുന്ന ഒന്നാണ്. മനസ്സിലായി? ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ എങ്ങനെയാണ്? എന്നും മന്ദബുദ്ധിയായിട്ട് തന്നെ കഴിയേണ്ടി വരും, അല്ലേ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു, അതിനനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു, നല്ലപോലെ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. ദൈവാനുഗ്രഹം ഉള്ളതിന്റെ ലക്ഷണമാണല്ലോ നിങ്ങൾക്ക് ഇവിടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഈ ഒരു പർപ്പിൾ കളറിലെ സ്റ്റോണ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വണ്ടേഴ്സ് ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് ഏറ്റവും വലിയൊരു അതിശയമാണ്. അതായത് നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി വർദ്ധിച്ചു വരുന്നു, ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നു, നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ് ആകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും നിങ്ങളിലേക്ക് മറ്റ് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും വിചാരിച്ചിരുന്നില്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത്രമാത്രം ഒരു വളർച്ച വരുമെന്നും അഭിവൃദ്ധി വരുമെന്നും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അത് ദൈവാനുഗ്രഹത്തോടു കൂടിയ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്, ദൈവാനുഗ്രഹം തന്നെയാണ് നിങ്ങളിലേക്ക് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ വന്നത്. ഇതൊരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്.
ന്യൂ ബിഗിനിങ് കണ്ടില്ലേ? ഇവിടെ ന്യൂ ബിഗിനിങ് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ, ചിലപ്പോൾ വിവാഹത്തിലൂടെ ഏതെങ്കിലും ആൾക്കാർക്ക് ചിലപ്പോൾ വിവാഹത്തിലൂടെ സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിച്ചു വരുന്ന എനർജി അങ്ങനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നല്ലൊരു വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് സാധിച്ചിട്ട് പുതിയൊരു ലൈഫിലേക്ക് കിടക്കാം. കാരണം ആ ഒരു വാഹനത്തെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകാം. ഇവിടെ അതുതന്നെയാണ് അതിശയങ്ങൾ സംഭവിക്കാൻ പോകുന്നതും അതൊക്കെ തന്നെയാണ്. മനസ്സിലായോ? ഇവിടെ ഇന്നർ പീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കാൻ പോകുന്നത് എന്താണ്? ഇന്നർ പീസ്, മനസമാധാനം, ആന്തരികമായ ഒരു സമാധാനം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ ഒരു സമാധാനം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അതാണ് മറ്റെല്ലാത്തിനേക്കാളും വലുത്. അതാണ് ഇത് ഏറ്റവും വലിയൊരു മേജർ ബ്ലെസ്സിങ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ബാക്കിൽ വന്നിരിക്കുന്നത് ബ്ലെസ്സിങ്സ് ആണ്. നമുക്ക് നോക്കാം. 9 ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട് ഇവിടെ. എന്താണെന്ന് നോക്കാം. ഇന്നർ പീസ് നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് നിങ്ങൾക്കിപ്പോൾ ഇന്നർ പീസ് കിട്ടുന്നത് എന്ന് നമുക്കത് നോക്കാവേ. സൺകാർഡാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? വളരെ സൺകാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഹാപ്പിനെസ്സിൻ്റെതാണ്, തുടക്കത്തിൻ്റെതാണ്. ഹാപ്പിനെസ്സിൻ്റെതായ ഒരു തുടക്കം, സന്തോഷത്തിൻ്റെതായ ഒരു തുടക്കമാണ് ഇവിടെ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ബോട്ടം വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങൾ ചിലപ്പോൾ ജോലി നോക്കിയിരിക്കുന്നവരാവാം, അല്ലെങ്കിൽ ആ ജോലിയിൽ കൂടി കൂടുതൽ വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് നോക്കിയിരിക്കുന്നവരാവാം. എന്തായാലും ശരി, ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. കാരണം വരുമാനം വർദ്ധിക്കുന്ന എനർജി ഉണ്ട്. അതുപോലെ പുതിയ ജോലി, ടീച്ചർ ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക്, നഴ്സാവാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഉള്ള ജോലിയിലൂടെ കൂടുതൽ വരുമാനം നേടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്കും ഈ ഒരു കാര്യം ഇവിടെ സാധിച്ചു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സൺകാർഡ് വന്നിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഹാപ്പിനെസ്സിന്റെ എനർജിയാണ്. പുതിയ വിവാഹമായി, വീടായി, മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള എനർജിയിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരാൻ പോകുന്നത്. ഇനി നമുക്ക് ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ് കൂടി ഒന്ന് നോക്കാവേ. ഭഗവാൻ ഇവിടെ പറയുന്ന ഫുൾഫിൽമെന്റ് ആണ്. ആഗ്രഹ സഫലീകരണം വരുന്നുണ്ട്. ഇവിടെയുണ്ട് റിവലേഷൻ ഉണ്ട്. എംപവർമെന്റ് ഉണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ്. കണ്ടില്ല? ഇവിടെ ഈ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് എളുതായിട്ട് അത് സാധിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരിക്കലും സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്, മെസ്സേജസ് ആണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എംപവർമെന്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഐശ്വര്യം വർദ്ധിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി അഭിവൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു, ഐശ്വര്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഐശ്വര്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെവലേഷൻ ആണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെയൊക്കെ ഉത്തരം കിട്ടാൻ വേണ്ടി നിങ്ങളിവിടെ പരിശ്രമിച്ചിട്ടുണ്ടാവണം. ഒന്നിനും ഉത്തരം കിട്ടാത്ത ചില സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എങ്കിൽ ചില കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യം വെളിപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ യാഥാർത്ഥ്യം വെളിപ്പെട്ട് കിട്ടുമ്പോൾ മാത്രമാണല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പോഴാണ് തീർച്ചയായിട്ടും ഇനി മറ്റൊരു കാര്യത്തിന് ഇങ്ങനെയുള്ള പരാജയം വരരുത് എന്ന് കരുതിക്കൂട്ടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും അതിൻ്റെതായ ഉത്തരം കണ്ടെത്താൻ സാധിക്കുമ്പോഴാണ്, യാഥാർത്ഥ്യബോധത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. മനസ്സിലായി? ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. ചില വെളിപ്പെടുത്തലുകൾ എന്ന് പറയുമ്പോൾ എന്താണ്?
ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. അതിൻ്റെയൊക്കെ മൂല കാരണം എന്താണ്, റൂട്ട് കോസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സക്സസ്. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ഏറ്റവും വലിയൊരു സക്സസ് അത് തന്നെയാണ്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളും വെളിപ്പെടാൻ പോകുന്നു, പല വിധത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു, പല കാര്യങ്ങളുടെയും മൂലകാരണം എന്താണ് എന്ന് വെളിപ്പെടാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ ഭഗവാന്റെ ബ്ലെസ്സിങ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് ഫുൾഫിൽമെന്റ് ആണ് വന്നിരിക്കുന്നത്, ആഗ്രഹ സഫലീകരണമാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ വലിയ സന്തോഷത്തോടുകൂടി നിങ്ങളിലേക്ക് സാധ്യമായി കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് ആഗ്രഹങ്ങളുടെ ഒരു സഫലീകരണം എന്ന് പറയുമ്പോഴെന്താണ്, നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവണം, എനിക്കത് ഇന്ന സമയത്ത് സാധിച്ചു കിട്ടണമെന്ന്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ വേറെയും വന്നിട്ടുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് സാധ്യമാകുമെന്ന്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.